Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേഗം നോട്ട്സ് ഒക്കെ എഴുതി എടുക്കട്ടോ. വേഗം നോക്ക്. സർ ഇവനോ? ഇവൻ എന്താ ഇവിടെ? ഇവനെ കണ്ടാലേ എന്റെ BP, പ്രഷർ, ഷുഗർ ഒക്കെ ഹൈ ആവുന്നുണ്ട്. എന്ത് ബിരങ്കിയായിട്ടാണോ എന്റെ നെഞ്ഞത്തോട്ട് ഇടാൻ വന്നത്? സർ ആ വാ വാ. സുഖല്ലേ സർ? ഇതുവരെ സുഖായിരുന്നു. ഇനി സുഖായിട്ടിരിക്കോ സൂക്കേട് വരുമോ എന്നുള്ളത് നിന്റെ കയ്യിലാ. ഓ ഈ സാറിന്റെ ഒരു തമാശയെ. അല്ല സാറിന് സൗമ്യ മിസ് സൗമ്യ മിസ് വിളിച്ചിട്ടില്ലെന്നോ? പിന്നെന്തിനോ എന്നോട് പറഞ്ഞേ? അല്ല അപ്പൊ സൗമ്യ മിസ് സാറിനെ വിളിച്ചോ ആരോടാ പറയണ്ടേ? ഇതെന്ത് ചോദ്യാ എന്നോട്? ആ അപ്പൊ വിളിച്ചില്ലെങ്കിൽ ആരോട് പറയണം? അത് പിന്നെ ഓ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ വന്നു കഴിഞ്ഞാ എന്റെ BP, ഷുഗർ, പ്രഷർ ഒക്കെ കൂട്ടാതെ പോകത്തില്ലെന്ന്. അല്ല ഗൗതം, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ഇവിടെ വരെ വന്നേ? നീ ഒന്ന് മിസ് കോൾ ചെയ്താ പോയായിരുന്നോ? ഞാൻ എന്നെ അങ്ങോട്ട് വരൂലായിരുന്നോ? അത് അങ്ങനെ ചെയ്യേണ്ട പ്രോസസ് അല്ല സർ, ഇവിടെ വന്ന് ചെയ്യേണ്ട പ്രോസസ്സാ. അതാ വന്നേ. എന്തേ ഞാൻ വന്നത് സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ അങ്ങനെ ആര് പറഞ്ഞേ? എനിക്കെന്ത് ഇഷ്ടക്കുറവ്? നീ വരുന്നതില് എനിക്ക് സന്തോഷേ ഉള്ളൂ. ശരിക്കും? പിന്നെ അല്ലാതെ നിന്നെ കാണുന്നത് തന്നെ ഒരു പോസിറ്റീവ് ആണേ. ആഹാ, എന്നാ സാർ ഇത് ആദ്യം പറയണ്ടേ? നാളെ മുതല് സാറിന് ഫുൾ ടൈം പോസിറ്റീവ് കിട്ടാനേ ഞാന് ഇവിടെ തന്നെ ഇരുന്നോളാം. അയ്യോ അതൊക്കെ എന്തിനാ ഗൗതം? വെറുതെ നിനക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ? അതുകൊണ്ട് വന്ന കാര്യം എന്താ വെച്ചാ അത് നോക്ക്. എനിക്ക് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലൊക്കെ പോവാനുണ്ടേ. വീട്ടില് ഭാര്യയും കുട്ടികളൊക്കെ എന്നെ കാത്തിരിക്കുമായിരിക്കും. അപ്പൊ സൗമ്യ മിസ്സോ? അത് മിസ് നോട്ട്സ് തരാൻ വേണ്ടിയിരിക്കും കാത്തിരിക്കുക. ഓക്കേ ഓക്കേ. അല്ല മോനെ വന്ന കാര്യം അത് സർ വെറുതെ പറയാൻ പറ്റത്തില്ല. മൈക്കിൽ വേണം അനൗൺസ് ചെയ്യാന്. കുറച്ചു നേരത്തേക്ക് ഈ മൈക്കൊന്ന് എടുത്തോ. മൈക്ക് എന്ത് ടേബിൾ വേണമെങ്കിൽ എടുത്തോ. ഒന്ന് വേഗം പോയി തന്നേച്ചാ മതി. യു ആർ സോ സ്വീറ്റ് സർ. വെറുതെ അല്ല, നമ്മുടെ സൗമ്യ മാഡത്തിന്റെ ഫേവറേറ്റ് സാറായേ. ഗൗതം മോനെ പ്രോസസ്. ഓ സോറി സർ, വന്ന കാര്യത്തിന്ന് ചെറുതായിട്ടൊന്ന് വഴി മാറിയല്ലേ? അതെ അതെ വല്ലാണ്ട് മാറി. മൈ ഡിയർ കാന്താരി. അല്ല അതാരാ മോനെ? അത് എന്റെ ലൈനിന്റെ നിക്നെയിമാ സർ. നോക്ക്, അറിഞ്ഞോ അറിയാതെയോ ഞാനൊരു തമാശ പറഞ്ഞപ്പോ നീ അതില് പിണങ്ങി. അത് കരുതി ഇത്ര നേരമൊക്കെ ചേട്ടന് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ മോളെ? ചേട്ടൻ പാവല്ലേ. എത്ര നേരം എന്റെ ഫോണിലോട്ട് വിളിച്ചെന്നറിയോ? കൊറേ നേരം റിങ് ചെയ്തിട്ട് ഫോൺ എടുത്തില്ല. ഇപ്പതേ ഫോൺ ഓഫ് ആക്കി ഇട്ടേക്കുന്നേ. സാർ എന്നെ പറഞ്ഞേ പിണക്കൊക്കെ ആവും. ഇങ്ങനെ ഫോൺ എടുക്കാണ്ടിരുന്ന ഹേർട്ട് ആവത്തില്ലേ? അത് പിന്നെ ഉദാഹരണത്തിന് വേണ്ട 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 ഉദാഹരണം വേണ്ട. നീ പറഞ്ഞത് ശരിയാ. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിലേ ഹേർട്ട് മാത്രല്ല അങ്ങ് ഭ്രാന്തനാവുന്നേ. അല്ല മോനെ ആരും നിന്റെ കോൾ എടുക്കാണ്ടിരുന്നേ? പേര് പറ. സാറ് ഇപ്പൊ തന്നെ അവരോട് സംസാരിച്ചിട്ടെ എങ്ങനെങ്കിലും ഫോണൊന്ന് ഓണാക്കാൻ പറയാം. എന്നാ മോനൊന്ന് ക്ലാസ് ഒന്ന് ചെല്ലല്ലോ. ആയേ അതൊന്നും വേണ്ടെന്നേ. അത് സാറിനൊരു ബുദ്ധിമുട്ടാവും. സാറിന്റെ സ്ഥാനം എന്ന് പറയണതേ എന്റെ മനസ്സിലാ. ആണല്ലേ? പിന്നെ അല്ലാണ്ട്. ഞാൻ വന്ന കാര്യം വിട്ടോയി. കാന്താരി ഒന്ന് ഫോൺ ഓൺ ആക്കടി. കാന്താരി ആരാണെങ്കിലും ഒന്ന് ഫോൺ ഓണാക്കിയേക്കും മോളെ. സാറിന് എന്നോട് എന്നാ
തേങ്ങ. അവള് ഫോൺ ഓണാക്കാതെ നീ ഇവിടുന്ന് പോകത്തില്ലല്ലോ. നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എന്റെ മോളെ ഒരു അണുബോംബ് കെട്ടി തൂക്കിട്ട പോലെയാ. അപ്പോ ഇതുവരെ എന്റെ കൂടെ നിന്ന് സഹകരിച്ച മാമൻ മാഷിന്, ഗൗതം, സോറി മാധവൻ മാഷിന് താങ്ക്സ്. അപ്പോ ഓക്കെ, ബൈ ഓൾ. കാന്താരി, ഐ ലവ് യു. അയ്യോ സോറി ട്ടോ, ഞാനേ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അതാ. അയ്യോ ഇറ്റ്സ് ഓക്കേ സീനിയർ. ലോങ് ഹെയർ, മൂക്കിലെ മൂക്കുത്തി, കാണാൻ അല്പം സുന്ദരി. അല്ല ബുക്സ് ഒക്കെ കറക്റ്റ് അല്ലേ? അതൊക്കെ കറക്റ്റ് ആയിരിക്കുന്നേ. നീ എന്താ ഇവിടെ? അല്ല എന്നെ എന്തിന്? വരാ. അല്ല എന്തിനാ ഇത്ര ബുദ്ധിമുട്ടിയെന്നേ? വിളിച്ചാ ഞാൻ തന്നെ അങ്ങോട്ട്. അത് എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു, ഞാനേ ശ്രദ്ധിച്ചില്ല, അതാ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട ഋഷി. ഋഷി ഈ നോട്ടം അതൊരു ഡേഞ്ചർ ആടാ. ആ എനിക്കെങ്ങനെ അറിയാനാ? അറിയില്ല ബേബ്, നടന്നു വരുമ്പം അറിയാതെ തട്ടി പോയതാ. അതിലെ ബുക്സ് ഒക്കെ നിലത്ത് വീണ് അത് എടുത്തു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. ബേബ് ബുക്കിനെ പറഞ്ഞതാ, വീണ ബുക്കേ കെമിസ്ട്രിയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി. പറയാണ്ടിരിക്കാൻ വയ്യ, എന്നാ ചന്ദ്ര മോളെ കാണാൻ. അല്ല ഋഷി, അതില് ഹൈലൈറ്റ് ആ ലോങ് ഹെയറാ. ഇങ്ങനെ പിന്നെയൊക്കെ ഇട്ട് കാണുമ്പോ അത് നിന്റെ അത്ര സൂപ്പർ അല്ലെങ്കിലും സുമാറാ, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞില്ലെങ്ങനെ ഋഷി, അവളെ കാണാൻ എന്ത് ക്യൂട്ടാ. അതും ആ ലോങ് ഹെയർ പിരിച്ചൊക്കെ ഇട്ട് കാണുമ്പോ എന്നാ രസമാ. ശരിക്കും ഞാൻ എന്നെ അങ്ങ് ക്രഷ് അടിച്ചു പോയെന്നേ. കണ്ട നിനക്കും എങ്ങനെ തന്നെ ഫീൽ ചെയ്യണല്ലേ? അല്ലെങ്കിലും ഈ ലോങ് ഹെയർ ഗേൾസിനെ കാണുമ്പോഴേ ബോയ്സിന് മാത്രല്ല ഗേൾസിന് തന്നെ ഒരു ഇഷ്ടം അങ്ങ് തോന്നുന്നേ. അതെ അതെ, പൊതുവെ എല്ലാരും അങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഈ ലോങ് ഹെയറിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. ലോങ് ഹെയറിലൊക്കെ എന്തായിരിക്കുന്നേ? അയച്ചിട്ട് രാത്രി ഇറങ്ങിക്കഴിഞ്ഞാലേ ആരാണെങ്കിലും ഒന്ന് പേടിക്കുന്നേ. അതുകൊണ്ട് വെറുതെ എന്തിനാ റിസ്ക് ഒക്കെ? അതെ അതെ, അവര് റിസ്ക് എടുക്കുന്നത് നല്ലതൊന്നല്ല. അല്ല ഇയാള് പുതിയ അഡ്മിഷൻ ആയിരിക്കും അല്ലേ? അതെ ചേച്ചി. എത്രയിലാ? +1. ഓ ശരി ശരി. എന്നാ ഞാൻ പോട്ടെ, നിങ്ങള് സംസാരിക്കേ. എനിക്ക് അങ്ങനെ പോയാലെങ്ങനെ നിക്കുന്നേ? ബേബ് എനിക്ക് അർജന്റ് ആയിട്ട് എവിടെയും പോവാനില്ല. ഇങ്ങോട്ട് നിക്ക് ഋഷി. സീനിയറിന്റെ പേര് ഋഷി എന്നല്ലേ? ചോദിക്കുന്ന കേട്ടില്ല സീനിയർ, പറഞ്ഞു കൊടുക്കുന്നേ. ആ അതെ അതെ ഋഷിനാ. ഇങ്ങോട്ട് നോക്കി പറയല്ലേ, അങ്ങോട്ട് നോക്കി പറയുന്നേ. കൊച്ചു സംസാരിക്കാൻ കാത്തു നിൽക്കുമല്ലയോ? അത് 2-3 ദിവസമായിട്ടെ എനിക്ക് കഴുത്ത് വേദനയാ. ഓവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വെക്കുമ്പോഴാ കംഫർട്ട്. ഇതൊക്കെ ആദ്യം പറയണ്ട ഋഷി. അല്ല സീനിയർ. അല്ല നീ ഇതിട്ട് പോയില്ലേ കുട്ടി? എടാ ഗൗതം, എവിടെയാടാ? ആവശ്യമുള്ള നേരത്തൊന്നും നിന്റെ കണ്ണിലെന്നെ കാണില്ലല്ലോ. അത് +1 അപ്പൊ പിന്നെ ചെറിയ കുട്ടിയല്ലേ, അതാ. +2 പഠിക്കണതൊക്കെ മുതിക്കികളാണേ. അയ്യോ അങ്ങനെ ആര് പറഞ്ഞേ? അങ്ങനൊന്നുമില്ല. അത് അല്ല മോഹിനി ഇതിലേക്കും പോയില്ലേ? അയ്യോ മോഹിനിയല്ല ചേച്ചി, രാഹിനി. ക്യൂട്ട് ആയിട്ടുണ്ട്. എല്ലാരും ജാഹിന ഷോർട്ട്
നല്ല കോമഡിയാ. ഇതൊക്കെ ഈ സീനിയറിന്റെ അടുത്ത് കിട്ടിയ കഴിവുകളല്ലേ? ആണല്ലേ? അല്ല ചേച്ചി, ചേച്ചിയും സീനിയറും ഒരുമിച്ചാണോ പഠിക്കുന്നേ? അല്ല അല്ല, സീനിയർ എനിക്കും സീനിയറാ. ഓ അത് ശരി, അപ്പൊ ഫ്രണ്ട് ആയിരിക്കും അല്ലേ? അല്ല അല്ല, അല്ലേ പിന്നെ ബോയ് ഫ്രണ്ട് അല്ലേ സീനിയർ? അതെ അതെ. എത്ര നേരം കഷ്ടപ്പെട്ട് കൂട്ടണസ് കിട്ടത് വെറുതെ ആയിപ്പോയി. എങ്ങനെയുണ്ട് മോഹിനി ഞങ്ങളെ ജോഡി? മോഹിനിയല്ല, റാഗിനി. ഷോർട്ടായിട്ട് റാഗിന്ന് വിളിക്കും. ഐ ആം റൈറ്റ്? അതെ അതെ. അല്ല പറഞ്ഞില്ല. എങ്ങനെയുണ്ട് ഞങ്ങളെ ജോഡി? കൊള്ളാം. താങ്ക് യു റാഗി, താങ്ക് യു സോ മച്ച്. അല്ല ക്ലാസ് പോകുന്നില്ലേ? ഇങ്ങനെ ഞങ്ങളെ ജോഡി ആസ്വദിച്ച് നിൽക്കാൻ പോവാണോ? അല്ല അല്ല, ക്ലാസ് പോവാ. എന്നാ ബൈ. ബൈ, ഹാവ് എ നൈസ് ഡേ. ഋഷി എസ്കേപ്പ്. ഓ എസ്കേപ്പിംഗ്. പിന്നെ നീ അവിടെ എസ്കേപ്പ് ആയിട്ട് ഒരു കാര്യമില്ല. ഇന്നത്തോടെ നിന്റെ നുറുങ്ങി നിർത്തി തരാടാ. ഭയങ്കരേ വരുന്നേ. ഞാൻ സ്റ്റാഫ് റൂമിൽ അവിടെ ഉണ്ട്. ഇപ്പോ വരട്ടോ. വേഗം വാ, എനിക്ക് വിശക്കുന്നു. വരുന്നേ. ഋഷി എന്തിനാണ് അവനെ കിടന്നുകൊടുന്നേ? ഭ്രാന്തായോ? ഭ്രാന്തേ എനിക്കല്ലടി, നിന്റെ ഫ്രണ്ടിനാ. ഫ്രണ്ടിനോ? നിക്കടാ, നീ ഇന്ന് അവിടെ എവിടെയും നിന്നെ വെറുതെ വിടത്തില്ല. നോക്കിക്കോ. അത് ശരി. വീണ പ്ലീസ് വീണ പോവല്ലേ. ഓ ഞാൻ പോകുന്നില്ല വ്യാൻ. നീ ആദ്യം ആ കയ്യൊന്ന് വിട്ടേ. എന്താ വീണേ, നിനക്കിപ്പോ എന്നെ പറ്റുന്നില്ലേ? വ്യാൻ ഞാനൊക്കെ അറിഞ്ഞ്, എന്നാലും നിനക്കെങ്ങനെയാ എന്നോട് ഈ ചതി? ചതിയോ? എന്ത് ചതി? അല്ല നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്നെ ചതിക്കാൻ മാത്രം നീയും ഞാനും തമ്മിൽ എന്തല്ലേ? നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സാ. അതൊക്കെ നീ മറന്നോ? നിനക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് എന്റെ ഒരു ഫ്രണ്ട് ആയിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം നീ എന്റെ ഫ്രണ്ട് മാത്രല്ല, എന്റെ ലൈഫ് തന്നെ നീയാ. വ്യാൻ നിന്റെ സംസാരം ശരിയില്ല, സൂക്ഷിച്ചോ. കയ്യൊന്ന് വിട്ടേ. വീണ പ്ലീസ്, എന്നെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒന്ന് കേക്ക്. വ്യാൻ എന്നോട് കയ്യൊന്ന് വിടാൻ പറഞ്ഞേ. കയ്യൊന്ന് വിട് വ്യാൻ. വീണ പ്ലീസ്. വ്യാൻ നിന്നോട് പറഞ്ഞേ, കയ്യൊന്ന് വിട്. കയ്യൊന്ന് വിടാൻ പറഞ്ഞ വിടണ്ട ബോസേ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. എന്റെ തക്കടു ചേട്ടൻ പറഞ്ഞത് ശരിയല്ലേ? ഓ എന്താ മച്ചാ, ഒരു ഷെയ്ക്കൻഡിൽ എന്നെ എങ്ങനെ തളരാൻ പാടുണ്ടോ? ഇവൻ എവിടുന്നാണ് വലിയ കറി വന്നേ? മാണിക്കുട്ടാ. അല്ല ഏട്ടന്റെ തക്കട് പോയില്ലേ? ക്ലാസ്സിന് സമയായില്ലേ? ചെല്ലേ മാണിക്കുട്ടാ. നോക്ക്, നീ ക്ലാസ്സിൽ പോ. നോക്ക്, വെറുതെ ആവശ്യമില്ലാത്ത കച്ചറ ഉണ്ടാക്കല്ലേ. ഞാൻ അറിഞ്ഞുണ്ടല്ലോ. അങ്ങനെ ഞാൻ നിന്റെ ഫ്രണ്ടിനോട്, ബെസ്റ്റ് ഫ്രണ്ടിനോട് കച്ചറൊക്കെ ഉണ്ടാക്കോ തക്കടോ? ഓ പോടാ ഭ്രാന്താ. മൊരയ്ക്ക് കയ്യൊന്ന് വിട്ടോ. അല്ലേ ഇത് എവിടുത്തെ ന്യായം? നിനക്ക് എത്ര നേരം അവളെ കൈ പിടിക്കാങ്കി എനിക്ക് പിടിച്ചൂടെ? മണിക്കുട്ടാ വേണ്ട, ഞാൻ ആരാന്ന് നിനക്ക് തികച്ച് അറിഞ്ഞൂടാ. അതന്നെയാ എനിക്കും പറയാനുള്ളത്. ഞാൻ ആരാന്ന് ഈ വിയാനം തികച്ചറിഞ്ഞൂടാ. സോ മണിക്കുട്ടാ വിടടാ. വിടാം വിടാം. അതിനു മുന്നേ ഒരു മാസ് ഡയലോഗ് ഒന്ന് പറയട്ടെ. If you are bad, I am your dad. So ഇതൊക്കെ ഒരു വാണിംഗ് ആയിട്ട് കണക്കുകൂട്ടിയാ മതി. ഇനി എന്റെ പെണ്ണിനെ തൊടാനേ കൈ ഉണ്ടാവത്തില്ല. അന്നോടിച്ചത് ഓർമ്മയുണ്ടാവെന്ന് വിചാരിക്കുന്നേ. പിന്നെ ഒരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട് കേട്ടോ. വൈകാതെ ഞങ്ങൾ എൻഗേജ്മെന്റ് ഉണ്ടാവും. ക്ഷണിക്കാം, വന്നിട്ടെ കഴിച്ചിട്ട് പൊക്കോ. ഓക്കേ? മണിക്കുട്ടൻ തന്നെ എന്റെ ഫ്യൂച്ചർ വൈഫിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അപ്പൊ പിന്നെ ചെയ്തില്ലെങ്കിൽ എങ്ങനെ? മോശല്ലേ? അതുകൊണ്ട് മറക്കാതെ വന്നിട്ട് കഴിച്ചിട്ട് പോണേ.
ഇനി ഞാൻ ഓടത്തില്ല. നീ മാറ്, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. പറ്റത്തില്ല മോനെ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടെ അത് കേട്ടേച്ച് ഇവിടുന്ന് പോയാ മതി, കേട്ടല്ലോ? അത് ഇങ്ങനെ തന്നെ നിന്ന് പറയണമെന്നുണ്ടോ? അത് പിന്നെ ആരെങ്കിലും കണ്ടാലെന്താ? ഹേയ്, ഒന്നുമില്ല. ഇനി പറയടാ കുട്ടാ, എന്നെന്തിനാ അവയുടെ അവയുടെ ഇതൊക്കെ? ആര്? ഞാനോ? പിന്നെ ഞാനോ? അത് അവയുടെ ഇതല്ല, ഞാൻ പറഞ്ഞല്ലോ ഫോണ്. ഓ സമ്മതിച്ച്, അവയുടെ ഇതാ. അതിനിപ്പെന്താ? അങ്ങനെ അവയുടെ പറ്റോ? പിന്നെ ഇത്ര ദിവസം എനിക്ക് സത്യം അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് നിന്നെ വെറുപ്പിച്ചും കളിച്ചും ചിരിച്ചൊക്കെ നിന്റെ കൂടെ നടന്ന്. പക്ഷെ എനിക്കിപ്പം എല്ലാം സത്യം അറിയാലോ. എന്നിട്ടും ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ ചെയ്താ അതൊട്ടും ശരിയല്ലല്ലോ. കാരണം നിന്റെ മനസ്സില് ഞാൻ ട്രാക്ക് മാറ്റിയതൊന്നല്ല. അത് പിന്നെ വേറൊരാളെ മനസ്സ് കൊണ്ടെടുക്കുന്ന ആളെ ഞാനിങ്ങനെ വൈതാലം നടന്ന് ടോർച്ചർ ചെയ്താലേ അതിന് പേര് വേറെയാ. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഐ ആം ഓൾവേസ് ഗുഡ് ബോയ്. അതുകൊണ്ടാ. നീ ഇപ്പോ ഫണ്ണിനാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ പോലും അലക്സ് ഇത് കണ്ട എന്താ വിചാരിക്കുക? അവന്റെ മനസ്സാകെ തകർന്ന് തരിപ്പണാവുന്നേ. അവന്റെ മനസ്സ് തകർന്ന് തരിപ്പണാവണേന് ഞാൻ എന്ത് ചെയ്യണം? ബേബ്, അല്ല അപ്പോ അലക്സിന് നീ അലക്സിന്റെ കാര്യಕ್ಕೆ അവിടെ നിക്കട്ടെ കുട്ടാ. ഇനി നീ എന്നെ അവയുടെ ഇതാ. ഇതൊക്കെ ഒരു ട്രെയിലറാ, മെയിൻ പിക്ചർ കാണിച്ചാലുണ്ടല്ലോ. என்னை கட்டி இழுத்தாய் எழுத்தால் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச்சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தாய். பேச எண்ணி சில நாள் அருகில் வருவேன். ഞാൻ തേടി പോയതേ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നതേ ഒരു ഡയമണ്ടിനെയാ. അതിനൊരിക്കലും മിസ്സാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ മാഡം ഒന്ന് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ക്ലാസ് പോവായിരുന്നു. ഒരു കണ്ടീഷൻ, ഇനി എന്നെ അവയുടെ കണ്ട ഇതുപോലെ